Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen. Wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. ഏറെ പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള പാരന്റിങ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ടോപ്പിക്കിലാണല്ലോ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ക്യാപ്ഷനെ, അതായത് തണലാണ് കുടുംബം എന്ന ക്യാപ്ഷനെ ഒന്ന് മാറ്റി സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റിക്കൊണ്ട് എന്റെ സംസാരം ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും പാരന്റിങ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, ഇങ്ങോട്ടേക്ക് വിടുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് ഇപ്പൊ ഷഹീൻ സാഹിബ് സംസാരിച്ച പോലെ എന്തായാലും ഒരു ആശങ്ക മനസ്സിലുണ്ടാവും. പല രീതിയിലുള്ള ആശങ്കകളായിരിക്കും അതുണ്ടാവുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആലോചന പോയപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത്, തണലാണ് കുടുംബം എന്നുള്ളതിൽ നിന്ന് തണലാകണം കുടുംബം എന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് മാറ്റിക്കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തില് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മള് ഇപ്പം ഷഹീൻ സാഹിബ് വളരെ കൃത്യമായിട്ട് തന്നെ US-ന്റെയും അല്ലെങ്കിൽ UK-യുടെയും അല്ലെങ്കിൽ യൂറോപ്പിലേക്കും ഒക്കെയുള്ള സാധ്യതകളെ കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ബേജാറാവേണ്ടതില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം നമ്മളുടെ മുന്നിൽ വെക്കുകയുണ്ടായി, ഒരു ആശ്വസിപ്പിക്കൽ നമ്മളുടെ മുന്നിൽ വെക്കുകയുണ്ടായി. വളരെ കൃത്യമായിട്ടുള്ള സംസാരമായിരുന്നു അത്. ഇപ്പൊ US-ൽ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പിന്നെ ആഡ് ചെയ്ത് പറയാൻ ഒന്നും പിന്നെ ഇല്ല. എന്താണോ യാഥാർത്ഥ്യം അത് തന്നെയാണ് നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാന് ഒരു 12 വയസ്സായ മോളുടെ ഉമ്മയാണ്. ഇവിടെ എന്റെ ഹസ്ബൻഡ് PhD ആവശ്യാർത്ഥം വന്നതാണ് US-ലേക്ക്. അപ്പൊ നമ്മള് 3 കുട്ടികളുമായി ഇവിടെ എത്തുമ്പോ ഒരുപാട് ആശങ്കകൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മുന്നിലുണ്ട്. എങ്ങനെയായിരിക്കും മക്കളുടെ എഡ്യൂക്കേഷൻ, മക്കള് ഈ ഒരു പിന്നെ സിസ്റ്റത്തിനെ ആയിട്ട് എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും. അങ്ങനെ ഇവിടെ എത്തിപ്പെടുകയും യൂണിവേഴ്സിറ്റികളില് പിന്നെ നമ്മളെ പോലെ തന്നെ വന്നിട്ടുള്ള മിക്ക ആളുകളും ഫാമിലീസ് അല്ല, ഒരുവിധം ആളുകളെല്ലാം ബാച്ചിലേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വളരെ തുച്ഛമായ കുട്ടികളെ ഇവിടെ ഞങ്ങൾ ഉള്ള യൂണിവേഴ്സിറ്റികളിലുള്ളൂ. മൊത്തം US-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒരു +2 കഴിഞ്ഞ പാട് തന്നെ ഇങ്ങോട്ടേക്ക് ഈ സ്റ്റുഡൻസ് വിസയിൽ എത്തിച്ചേരാനുള്ള ഒരു ശ്രമം മക്കൾ നടത്തി തുടങ്ങുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ കുറച്ചു കാലം മുന്നേ വരെ നമ്മളുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിരുന്നത്, ഒരു 8th കഴിഞ്ഞാൽ അല്ലെങ്കിൽ 9th കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രൊഫഷണൽ ഡിഗ്രീസിനോ ജോയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ട്രെൻഡായിരുന്നു മക്കളുടെ ഇടയിലുള്ള ചർച്ചകൾ അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നത് മാറിക്കൊണ്ട് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് വേണ്ടത് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് മക്കളുടെ ഇടയിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ അങ്ങനെയുള്ള മക്കളോട്, അല്ലെങ്കിൽ അതാണ് അവരുടെ ആഗ്രഹം എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ എന്തായാലും അവരത് അച്ചീവ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ അത് അച്ചീവ് ചെയ്യാനുള്ള ഏത് വഴികളും അല്ലെങ്കിൽ ഏതറ്റം വരെയും അവർ പോവും എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ള മക്കളെ റേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അവർക്ക് തണലായി നമ്മൾ മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു 7 പോയിന്റ് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. മുൻപുള്ള സംസാരങ്ങളിൽ ചിലപ്പോൾ ആ കാര്യങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവാം. ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.
പിന്നെ ഇൻഷാല്ല ഞാൻ ഒരു ഈ ഒരു കാര്യങ്ങള് ഈ ഒരു ബേസിസിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ കുട്ടികളെ, നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള മക്കള് നമ്മൾ അള്ളാഹു നൽകിയ അമാനത്താണ്. അവരെ വലിയ രീതിയിൽ എത്തിച്ചേരണം എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഈ അമാനത്തിനെ ഞാൻ പറയുന്നത് ഒരു എന്റെ കയ്യിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ലീഡറാണ്, മുസ്ലിം ഉമ്മത്തിനുള്ള ഒരു ലീഡറെയാണ് എന്റെ കയ്യിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന ഒരു വിഷനോട് കൂടി നമ്മൾ ആ മക്കളെ വളർത്തുകയാണെങ്കിൽ ആ മക്കളെ നമ്മൾക്ക് ഏത് ലോകത്തിന്റെ ഏത് കോണിലേക്കും പറഞ്ഞയക്കാൻ ഒരു ബേജാറും ഉണ്ടാവേണ്ടതില്ല എന്നുള്ള. അപ്പൊ നമ്മളിലുള്ള ഒരു ചേഞ്ച്, അതായത് ഞാൻ പറയുന്നത് പാരന്റ്സ് ആയിട്ടുള്ള എന്നോട് കൂടിയാണ്, നമ്മൾ ഉണ്ടാവേണ്ട ചില ചേഞ്ചുകളായിരിക്കും നമ്മൾക്ക് ഇസ്ലാമിന് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ചില മക്കളെ അല്ലെങ്കിൽ മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുക. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലെ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ഖുർറത അയ്ൻ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, അള്ളാഹുവെ കൺകുളിർമയേകുന്ന. എന്താണ് ആ കൺകുളിർമ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എന്തിലാണ് നമ്മൾക്ക് കൺകുളിർമ വേണ്ടത്? അവരെന്തായി മാറുന്നതിലാണ് നമ്മൾക്ക് കൺകുളിർമ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ചോദ്യം, അത് നമ്മളോട് തന്നെ ചോദിക്കുമ്പോഴാണ് നമ്മളിൽ ഉണ്ടാവേണ്ട ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ പിന്നെ പരിശോധിച്ചു തുടങ്ങുക. അവിടെ അത് ഒരു പാരന്റ് ആവുക എന്നുള്ളത് ഒരു പ്രോസസ്സിന്റെ ഭാഗമായി മാറുന്നതിനപ്പുറം ഇവിടെയാണ് ഇന്നത്തെ പിന്നെ ജനറേഷൻ നമ്മളോട് ഡിസഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ യോജിക്കാതിരിക്കുന്നത് ഒരു പ്രോസസ്സിന്റെ ഭാഗമായിക്കൊണ്ട് പാരന്റായി മാറുക എന്നുള്ളതും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഞാനൊരു പാരന്റ് ആകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാരന്റ് ആകുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള ഒരു ജനറേഷനിൽ നമ്മളത് ആ ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോയതിന്റെയോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ചില സിറ്റുവേഷനുകളുടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അവസ്ഥയിൽ അത് അങ്ങനെ ആ ഒരു കൈമാറ്റത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് നമ്മളുടെ കുടുംബത്തിന്റെ ഭദ്രതയെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചിലേക്ക് എന്തിന് ഞാൻ എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എന്തിന് ഞാനൊരു പാരന്റ് ആയി മാറി എന്നൊരു ചോദ്യം എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു ലീഡർ ആക്കിക്കൊണ്ട് വളർത്തുവാനുള്ള ഒരു ശ്രമം, ആ ഒരു തോട്ട് ചേഞ്ച് നമ്മളിലേക്ക് പിന്നെ ഉണ്ടായി വരികയും അത് കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ കുടുംബത്തെ ഒരു മസ്കനാക്കി മാറ്റുന്ന ഒരു സന്തോഷത്തിന്റെ ഇടമാക്കി മാറ്റുന്നതിലേക്ക് നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. അതില് പിന്നെ ആ ഒരു മസ്കനാക്കി ചേഞ്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഏറ്റവും ഭദ്രമായ ഒരു കുടുംബമാക്കി ഒരു തണലേകുന്ന ഒരു കുടുംബമാക്കി മാറ്റാൻ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ആശങ്ക നമ്മളുടെ മുന്നിലുണ്ടാവുമല്ലോ, ഓരോ ആളുകളുടെയും മുന്നിലുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ആദ്യമായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു 7 പോയിന്റുകളാണ്. പക്ഷെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഞാനങ്ങോട്ട് പാരന്റ് ആയിപ്പോയി, അല്ല ഇനി ഞാൻ പാരന്റ് ആയല്ലോ, ഇനി എന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതിൽ ഒന്നാമതായിട്ടുള്ള തന്നെ നമ്മളുടെ മക്കളുമായിട്ടുള്ള കണക്ഷനാണ്. ഇപ്പം ഷഹീൻ സാഹിബ് ഇവിടെ വളരെ ഒരു കോസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാരണത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരും അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സിൽ എപ്പോഴും ഒരു എന്താ പറയാ അവർക്ക് എന്താണ് ഞാൻ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇട്ടുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഞാൻ എന്താകണം എന്ന് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്, ഒരു പാരന്റിന്റെ കടമയാണ്. അപ്പൊ അതിലേക്ക് അവരെ പ്രാപ്തരാക്കാൻ ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ മകനും തമ്മിൽ അത്രത്തോളം അഗാധമായ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന്. ഒന്നാമത്തെ കാര്യം നമ്മൾ അത്രയും കണക്റ്റഡ് ആയിരിക്കണം നമ്മളുടെ മക്കളോട് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളുടെ മക്കള് അവരുടെ ചുറ്റുപാടുകള് അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ കണക്ഷനുകൾ മറ്റ് പലതുമായി മാറുന്നതിൽ നിന്ന് അവരെ തടയാൻ നമ്മളുടെ മക്കളുമായി ആദ്യമേ വളരെ നമ്മൾ കുറെ മുൻപൊക്കെ കേൾക്കാറുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാലാണ് നമ്മൾ മക്കളോട് ഫ്രണ്ട്സ് ആയി മാറേണ്ടത് അല്ലെങ്കിൽ ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആയി മാറണം എന്നുള്ളത്.
ഇന്നത്തെ കാലത്ത് അവരുടെ കുഞ്ഞനാളിൽ തന്നെ അവരുടെ ഫ്രണ്ട്, ആരാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്ന്, എന്റെ ഉമ്മയാണ് എന്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ എന്റെ ഉപ്പയാണ് എന്റെ ഫ്രണ്ട് എന്ന് പറയാൻ പാകത്തിൽ അവരുമായിട്ടുള്ള കണക്ഷനുകൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം അടിയുറപ്പിക്കുക ഇന്ന് നമ്മളുടെ തിരക്കുകളിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കണക്ഷനാണ്. നമ്മൾ പറയാ നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എന്താ പറയാ അവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുമായിട്ടുള്ള കണക്ഷനാണ്, അവരുമായിട്ടുള്ള ആ ഒരു അഗാധമായ ബന്ധമാണ് എന്ന് നമുക്ക് പറയുന്നു. ഇങ്ങനെ ഈ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കും അല്ലെ. ഒരുപാട് അവരെ അവര് തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇടങ്ങളിൽ ഉണ്ടാവുമ്പോൾ അവരിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഹഗ് മീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഹഗ് യു എന്നൊരു കോൺസെപ്റ്റ് നമ്മളുടെ മുന്നിൽ ഉണ്ടാവില്ല. അതിങ്ങനെ വലുതാവും തോറും ആ ഒരു അകൽച്ച നമ്മൾക്ക് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മക്കളുടെ ഉള്ളില് ആ ഒരു ആഗ്രഹം, എന്നെ ഒന്ന് ഹഗ് ചെയ്തിരുന്നെങ്കിൽ, എനിക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോ എന്നെ ഒന്ന് എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉപ്പ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന ഒരു തേട്ടം ഇങ്ങനെ നിരന്തരം ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. നമ്മൾ അവരുടെ പുറത്തൊക്കെ തട്ടിട്ട് സാരല്ല പോട്ടടാ, പക്ഷെ ആ സാരല്ല പോട്ടടാ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പൊട്ടിക്കരയാനുള്ള ഷോൾഡറാണ് നമ്മൾ നൽകുന്നത്. അവിടെയാണ് കണക്ഷൻസ് ഇങ്ങനെ അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിങ്ങനെ നിരന്തരം എന്നും അവരെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാനാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പണികൾക്കിടയിൽ നമ്മൾ ഉമ്മമാരോടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക നമ്മുടെ കിച്ചണിലായിരിക്കും. ആ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട്, അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന പണികളിൽ അവരോട് സംസാരിച്ചു നോക്കൂ. ആ കണക്ഷൻ ഇങ്ങനെ എന്താ പറയാ അഗാധമാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഇങ്ങനെ ഡീപ്പൻ ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ മക്കള് നമ്മളുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക്, അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ കാര്യം അവരുമായി കണക്ട് ചെയ്യുക എന്നുള്ളത്. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം അവർ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇനിയിപ്പോ അവർ കല്യാണം കഴിഞ്ഞാലും അവരോട് ആ രീതിയിലുള്ള ഒരു കണക്ഷൻ നമ്മൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് തണലാകണം കുടുംബം എന്നുള്ളതിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. രണ്ടാമതായിട്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത്, അതായത് പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം കുട്ടികൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള അവരുടെ ഒരു ഇടം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും. ഒരാൾ പറയാണ് ഞാനിപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. ഒരു ഫ്രണ്ട് പറയാണ് നമ്മുടെ മക്കളടുത്ത്, എന്തിനാ ഈ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യമാണ്. അപ്പൊ അവരുടെ ഇടയിലുള്ള ഡിസ്കഷനുകൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇതൊന്നും അറിയാതെ ജർമ്മനിയിൽ പോകുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമുണ്ട് എന്ന് അറിയാത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവാത്ത ഒരു ഇടമായി നമ്മളുടെ കുടുംബങ്ങൾ മാറരുത്. അപ്പൊ അവിടെ ഈ പിയർ പ്രഷർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പിയർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഓറിയന്റേഷന് മുൻപ് പാരന്റ്സ് ഓറിയന്റേഷൻ നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു വന്ന് കുടുംബങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഡിറക്ഷൻ എടുക്കാൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനുള്ള ഒരു ഇടങ്ങളായി, ഒരു അപ്ഡേറ്റഡ് ഇടങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജോലിയുടെ തിരക്കുകളിലോ മറ്റോ ഒക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് സമയം എന്താണ് നെക്സ്റ്റ് ജനറേഷന്റെ ആവശ്യങ്ങൾ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പഠനം കൂടി നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ മറ്റു കാര്യങ്ങളിലും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് അവരാഗ്രഹിക്കുന്ന കുറെ മെന്റൽ സപ്പോർട്ടുകളും അവരാഗ്രഹിക്കുന്ന കുറെ ഡിറക്ഷനുകളും ഉണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന അഡ്വൈസുകൾ, അതായത് ഇപ്പം ലിബറൽ വാദത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ LGBT പോലത്തെ വിഷയങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലുള്ള അഡ്വൈസുകൾക്കപ്പുറമായി അവരുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കാനുള്ള കൃത്യമായ ചില അഡ്വൈസുകൾ അല്ലെങ്കിൽ ചില ഡിറക്ഷനുകൾ, ചില പോയിന്റുകൾ, ചില സൂചനകൾ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അത് അവരാഗ്രഹിക്കുന്നുമുണ്ട്. പലപ്പോഴും നമ്മൾ അതൊന്നും നൽകാതെ, അതിലൊന്നും സപ്പോർട്ട് നൽകാതെ, അതൊക്കെ അവരുടെ പിയർ എന്താ പറയാ
ഓറിയന്റേഷനുകളിലേക്ക് മാറുകയും നമ്മൾ മറ്റു പല കാര്യങ്ങളിലും ഓറിയന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇത് രണ്ട് ദിശയിൽ നീങ്ങുന്ന അല്ലെങ്കിൽ രണ്ട് വഴിയിൽ നീങ്ങുന്ന രണ്ടാളുകളായിട്ട്, രണ്ട് ഇൻഡിവിജ്വലുകളായിട്ട് കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ അത്രയും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ ഒന്ന് രണ്ടാളുകളോട് സംസാരിച്ചപ്പോൾ അവര് പിന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന സംസാരം, നമ്മളുടെ ഇടയിൽ ഇങ്ങനെ വീട്ടിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനത്തെ സംസാരങ്ങൾ വന്നപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലൊക്കെ വിളിക്കലുള്ളൂ, എനിക്ക് അവിടുന്ന് പോകുന്നതിന്റെ ഒരു ടെൻഷനൊന്നുമില്ല. അങ്ങനെ തിരിച്ചും കാണാറുണ്ട്. അതായത് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ വല്ലാത്ത ഹോം സിക്നെസ് ഉള്ള ആളുകളെയും കാണാറുണ്ട്. പക്ഷെ ഈ അടുത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ഡിറ്റാച്ച്മെന്റിന് പ്രയാസമില്ലാത്ത രീതിയിൽ കുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ളത് അവർക്ക് കിട്ടുന്ന ഒരു തണൽ, അല്ലെങ്കിൽ അവര് ആഗ്രഹിച്ച സമയത്ത് അവർക്ക് കിട്ടാത്ത ചില ഓറിയന്റേഷനുകൾ കാരണമാണ് എന്ന് കൂടി അതിന്റെ പിന്നെ ഇടയിലൂടെ വായിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറഞ്ഞു വെക്കുകയാണ്. ഇനി മൂന്നാമതായിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് തൊട്ടു മുന്നേ പറഞ്ഞ പോയിന്റുമായിട്ട് ചേർത്ത് വായിച്ചുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജുകളിലുള്ള, അത് ഞാൻ പറയുന്നത് അതൊരിക്കലും തീരൂല കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഒരു 7 വയസ്സാകുമ്പോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 10 വയസ്സാകുമ്പോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ 12 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഓൾഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെ ഡെവലപ്മെന്റൽ നീഡ്സ് എന്നുള്ളത് അത് അവർ ഓരോ ഘട്ടത്തിലും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ആസ് എ പേരന്റ് എന്നുള്ള രീതിയിൽ അവരെത്തുന്ന ഓരോ സ്റ്റേജിലും അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ മാതാവ്, അല്ലെങ്കിൽ എന്റെ പിതാവ്, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ്, എന്റെ സപ്പോർട്ടേഴ്സ്, അവരത് മനസ്സിലാക്കും. എന്താണ് എന്റെ ഡെവലപ്മെന്റൽ നീഡ് എന്നുള്ളത് അവർ മനസ്സിലാക്കും, അവരെന്നോട് കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് അവര് പിന്നെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തിരിച്ച് നമ്മൾ എന്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചില പ്രഷറുകളാണ് അവരുടെ മേല് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി പറയാണ്, പിന്നെ ഞാൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ള ചില പഠനങ്ങളാണ് പിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന പിന്നെ ആളുകളോട് നമ്മളുടെ വീടകങ്ങളിൽ നിന്നുള്ള ഒരു റിയാക്ഷൻ അങ്ങനെ ആയിരിക്കും. നമ്മൾ പറയുന്ന ഇത്രയും പൈസ അവിടെ പോകുന്നത് ഒരു സോഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു തോട്ട് നമ്മൾ അവർക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളതിന് നമ്മൾക്ക് സാധിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ള കാര്യം. നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആസ് എ ലീഡർ, ഞാൻ ആദ്യത്തിൽ പറഞ്ഞു വെച്ചതുപോലെ നമ്മളൊരു പിന്നെ ലീഡറെയാണ് വളർത്തുന്നത് എന്നുള്ളതിന് ആദ്യമായിട്ട് നമ്മളൊരു റോൾ മോഡൽ ആവുക എന്നുള്ളത്. ഷഹീൻ സാഹിബ് അത് തൊട്ട് പറഞ്ഞു വെച്ച കാര്യം, ഞാൻ കൂടുതലായിട്ട് അതിൽ സംസാരിക്കുന്നില്ല. ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളത്, ഒരു ലീഡർ ആയിട്ട് സമയം നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ഒരു ലീഡറായി മാറി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്, അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു തൗബയുടെ ആവശ്യം നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളത്. നമ്മളെല്ലാവരും തൗബ എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണ് അല്ലെ. നമ്മൾ ഒരു കാര്യത്തിൽ ചെയ്യൂല, അല്ലെങ്കിൽ ഇനി ഞാനത് ചെയ്യൂല, ഞാനൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തൗബ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഓരോ ആളുകളും ഒരു പിന്നെ ചേഞ്ച് ആയിക്കൊണ്ട് ഞാനൊരു പുതിയ ആളായി മാറും, ഞാനൊരു പുതിയ ലീഡറായിട്ട് എന്റെ കുട്ടികൾക്ക് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഷെഡ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഒരാളായി മാറും. അങ്ങനെ മാറി അവരെ പിന്നെ റേസ് ചെയ്യാനുള്ള, അവർക്ക് റോൾ മോഡലായി എന്നുള്ളതാണ്. അതുപോലെ അവരെ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവും. പിന്നെ നമ്മളുടെ നാട്ടിലെ ഒരു കൾച്ചറേ ആയിരിക്കില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് അനുഭവിക്കാൻ പോകുന്നത്. ആ ഒരു ഷോക്കില് പിന്നെ ചിലപ്പം അവര് ആ ഒരു കൾച്ചറൽ ഷോക്കിൽ ഇവിടുത്തെ കൾച്ചറുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അവരെത്തിച്ചേരുന്നത് വളരെ ആഘാതങ്ങളിലേക്കായിരിക്കും. അപ്പൊ അതിനു വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക. പല രീതിയിലും പിന്നെ ഈ പറഞ്ഞ തൊട്ടു മുന്നേ പറഞ്ഞ കപ്പിൾസ് ആയിട്ട് വരുന്നവർ ഇവിടെ എത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരുപാട് സാധ്യതകളെ അവര്
പെട്ടെന്ന് കിട്ടുന്നതിന്റെ ഒരു ഷോക്കിൽ അവരത് പിന്നെ അതിൽപ്പെട്ട് ഉലഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാനുള്ള കുടുംബങ്ങൾ നാട്ടിലുണ്ടാവണം എന്നുള്ളതും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ മുഴുവനായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ കുടുംബത്തെ പിന്നെ ഒരു തണലാക്കി മാറ്റാൻ, നമ്മളുടെ മക്കൾക്കൊരു തണലാക്കി മാറ്റിക്കൊണ്ട് അവരെ വളർത്തി വലുതാക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തേക്കും നമ്മൾക്ക് നമ്മളുടെ മക്കളെ പറഞ്ഞയക്കാൻ സാധിക്കും. ആ മക്കളെ അങ്ങനെ പറഞ്ഞയക്കുന്ന മക്കളെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് സംവിധാനങ്ങൾ, നമ്മളുടെ ഇസ്ലാമികമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെ കണക്ട് ചെയ്യുകയും നിരന്തരം അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ്, പ്രൈം ഡ്യൂട്ടിയാണ്. ഇവിടേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് മാത്രം മക്കള് പിന്നെ നമ്മൾക്ക് അവസാനിച്ച് നമ്മൾ വിചാരിക്കരുത്. ആ ഒരു ആശങ്ക കുറച്ചു കാലം ഞാൻ പല പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയാറ്, പറഞ്ഞയച്ച ആ തുടക്കത്തിലൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി എന്നുള്ളതാ. പക്ഷെ ആ ആശങ്ക, ഞാൻ പറയുന്നത് ആശങ്ക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ആ ഒരു ശ്രദ്ധ അത് നിരന്തരം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും എന്നാൽ അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ആശങ്ക നമ്മൾ ഉണ്ടാവേണ്ടതില്ല. നമ്മളുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുവാനും ഏറ്റവും നല്ല രീതിയിൽ വളർത്തുവാനും വിദ്യാർത്ഥാക്കി മാറ്റുവാനുമുള്ള തൗഫീഖ് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.